Hello my dear students, welcome to Learner's World. In this video I talk about a short story, Love Across the Salt Desert, written by Kegan Daruwala, part 4. 2 hours before dawn, a constable woke up by Kalisha by banging the door. അപ്പം നേരം വെളുക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് കാലിഷയുടെ വീടിൻ്റെ ഡോർ ഇങ്ങനെ മുട്ടുന്നുണ്ട്. They asked him if he knew anything about a smuggler who has come across the RAN. എന്നിട്ട് കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, ഒരു സ്മഗ്ലറെ കുറിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ, അവൻ ഈ ഒരു റാൻ ഓഫ് കച്ച് ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. കാലിഷ സെഡ് നോട്ട് ഈവൻ എ സ്പാരോ ഹാഡ് എൻറ്റേർഡ് ഹിസ് ഹോം ഓർ ദ വില്ലേജ്. ആ സമയത്ത് കാലിഷ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വില്ലേജിലേക്കോ ഒരു സ്പാരോ പോലും വന്നിട്ടില്ല, ഒരു കുരുവി പോലും വന്നിട്ടില്ല, എന്നിട്ടല്ലേ ഒരു സ്മഗ്ലർ എന്ന് പറയുന്നുണ്ട്. ദ ഡോഗ്സ് വെർ നോട്ട് ബാക്കിംഗ് ഇൻ ദ നൈറ്റ്. രാത്രിയിൽ പട്ടിയൊന്നും കുരക്കുന്ന ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. കാലിഷ ദെൻ ആസ്ക്ഡ് വിത്ത് എ വിങ് വൈ എ സ്മഗ്ലർ ഷുഡ് കം ടു ഹിം. അപ്പോൾ ആ സമയത്ത് കാലിഷ ചോദിക്കുന്നുണ്ട്, കണ്ണിറുക്കി കാണിച്ച് ചോദിക്കുന്നുണ്ട് കോൺസ്റ്റബിളോട്, എന്തിനപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരു സ്മഗ്ലർ വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ദ കോൺസ്റ്റബിൾ സെഡ് ദാറ്റ് ഹിസ് ബെല്ലി വാസ് സ്റ്റഫ്ഡ് ഫുൾ വിത്ത് സിൽവർ. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, കാലിഷയുടെ ബെല്ലി സിൽവർ കൊണ്ട് നിറച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് വുഡ് ഈവൻ ഔട്ട് വെയ് ദ ഡേർട്ട് ഇൻ ഹിസ് ഹേർട്ട്. അപ്പോൾ കാലിഷയുടെ ഹൃദയത്തിലുള്ള മാലിന്യത്തിനേക്കാളും വെയിറ്റ് കൂടുതലാണ് കാലിഷയുടെ വയറിനുള്ളിൽ കുത്തി നിറച്ചിരിക്കുന്ന ഒരു നാണയങ്ങൾ എന്നാണ് പറയുന്നത്. The constable's words disturbed him and he could not sleep anymore. ആ കോൺസ്റ്റബിളുടെ വാക്കുകൾ കാലിഷയുടെ ഭയങ്കര അലോസരപ്പെടുത്തി. അപ്പോൾ കാലിഷയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് മോർണിംഗ് ഫാത്തിമ ഗാവ് ഹെർ ഫാദർ എ ടംബ്ലർ ഓഫ് ഹോട്ട് മിൽക്ക് ആൻഡ് ടോൾ ഹിം നജാബ് വാസ് ദർ. അങ്ങനെ നെക്സ്റ്റ് മോർണിംഗിൽ ഫാത്തിമ കാലിഷയ്ക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്ത സമയത്ത് പറയുന്നുണ്ട്, നജാബ് അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ സ്റ്റേഡ് ഇൻ ദ കാറ്റിൽ ഷെഡ് ഡ്യൂറിങ് ദ നൈറ്റ്. അവന് കാറ്റിൽ ഷെഡിലാണ് നൈറ്റിൽ താമസിച്ചിരുന്നത്. കാലിഷ വാസ് ഷോക്ക്ഡ്. കാലിഷയ്ക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായി. എ സ്മഗ്ലർ ഇൻ ഹിസ് ഹൗസ്, ദ പോലീസ് ആർ ലുക്കിംഗ് ഫോർ ഹിം ആൻഡ് ഹി ഡിഡ് നോട്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. അതായത് ഒരു സ്മഗ്ലർ എൻ്റെ വീട്ടിലോ, പോലീസ് അവനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അവനെ കുറിച്ചിട്ട് ഒരു വിവരം അറിയില്ല. ഹി മെറ്റ് നജാബ്. അങ്ങനെ നജാബിനെ കാലിഷ മെറ്റ് ചെയ്തു. ഹി വാസ് നോട്ട് ഹാപ്പി ദാറ്റ് ഹി ഡിഡ് നോട്ട് ബ്രിങ് എനി ടെൻറ്റു ലീഫ്. കാലിഷ ആദ്യം നോക്കിയത് നജാബ് ടെൻറ്റു ലീഫ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് കണ്ടപ്പോൾ അവന് ഭയങ്കര സാഡായി. He told Najab that trading with him would be a loss as he has come empty-handed and the police are after him. അപ്പോൾ കാലിഷ നജാബിനോട് പറയുന്നുണ്ട്, അവനുമായിട്ട് ബിസിനസ് ചെയ്യുന്നത് കാലിഷയ്ക്ക് ഭയങ്കര നഷ്ടമാണ്. ഒന്നാമത് അവന് ടെൻറ്റു ലീഫ് കൊണ്ടുവന്നിട്ടില്ല, പിന്നെ അവനെ പോലീസ് തിരയുന്നുണ്ട്. നജാബ് തോട്ട് കാലിഷാസ് ലുങ്കി വാസ് ലൈക്ക് എ ചെസ് ബോർഡ്. ആ സമയത്താണ് നജാബ് ചിന്തിച്ചത്, കാലിഷയുടെ ആ ഒരു ലുങ്കി എന്ന് പറയുന്നത് ഒരു ചെസ് ബോർഡ് പോലെയാണെന്ന് അവന് മനസ്സിലായി. ഹി ഹാസ് ടു മേക്ക് ഹിസ് മൂവ്സ് കെയർഫുള്ളി. അതുകൊണ്ട് തന്നെ അവൻ്റെ ഓരോ നീക്കവും നല്ല കെയർഫുള്ളായിട്ട് വേണമെന്ന് അവനക്ക് തോന്നി. ഹി ഷോഡ് ഹിം ദ ഗോൾഡ് ബാങ്കിൾ ആൻഡ് ടോൾ ഹിം ഹി ഹാഡ് കം ടു ബൈ ക്ലോത്ത്സ് ആൻഡ് അറേഞ്ചിങ് അല്ലാരഗ ഗേസ്ഡ് അറ്റ് എ ലിറ്റിൽ ഡിസ്റ്റൻസ്. അങ്ങനെ നജാബ് കാലിഷയോട് പറഞ്ഞു, ഞാനൊരു ഗോൾഡ് ബാങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്ക് കുറച്ച് ക്ലോത്ത്സ് തരണം, അതുപോലെ എൻ്റെ അല്ലാരഗയെ നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് അവനെ ഗ്രേസ് ചെയ്യാൻ വിടണം എന്ന് പറയുന്നുണ്ട്, അവനെ മേയാൻ വിടണം എന്ന് പറയുന്നുണ്ട്. ഇഫ് പീപ്പിൾ സോ എ സ്ട്രേഞ്ച് ക്യാമൽ ദേ വുഡ് സ്റ്റാർട്ട് ടെല്ലിങ് സ്റ്റോറീസ്. അതായത് അവരുടെ വീടിനടുത്ത് ഒരു സ്ട്രേഞ്ച് ക്യാമലിനെ കണ്ടു കഴിഞ്ഞാൽ ആളുകളൊക്കെ ഓരോ സ്റ്റോറീസ് മെനയും. നജാബ് സ്ലെപ്റ്റ് ഇൻ ദ കാറ്റിൽ ഷെഡ് ഡ്യൂറിങ് ദ ഡേ ആൻഡ് ക്രെപ്റ്റ് ഇൻ ടു ഫാത്തിമാസ് റൂം ലേറ്റ് അറ്റ് നൈറ്റ്. അങ്ങനെ നജാബ് ഡേയിൽ അവൻ എന്ത് ചെയ്യും, കാറ്റിൽ ഷെഡിൽ സ്റ്റേ ചെയ്യും, നൈറ്റിൽ ഫാത്തിമാസ് റൂമിലും സ്റ്റേ ചെയ്യും. ഷീ ടോൾ ഹിം ദാറ്റ് ഷീ ഈസ് ബീയിങ് ഫോഴ്സ്ഡ് ടു മാരി മഫൂസ് അലി. അങ്ങനെ ഫാത്തിമ നജാബിനോട് പറയുന്നുണ്ട്, അവളുടെ പാരൻസ് അവളെ മഫൂസ് അലിയുമായിട്ട് മാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഷീ ഡസ് നോട്ട് ലൈക്ക് ഹിം. മഫൂസ് അലിയെ ഫാത്തിമയ്ക്ക് ഇഷ്ടമല്ല. ഈ സ്റ്റാമേഴ്സ് എ ലോട്ട് ആൻഡ് പീപ്പിൾ മിമിക് ഹിം. മഫൂസ് അലിക്ക് ഒരു വിക്കാണ്. അപ്പോൾ അവനിങ്ങനെ വിക്കനായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അവനെ എപ്പോഴും കളിയാക്കും, അവനിങ്ങനെ വിക്കിയിട്ട് അവനെ കളിയാക്കാറുണ്ട് എന്നാണ് പറയുന്നത്. Then Najab asked her if she wanted a ride on Allaraga across the RAN.
അപ്പോൾ നജാബ് ചോദിക്കുന്നുണ്ട്, അല്ലാരഗയുടെ കൂടെ നീ അക്രോസ് ദ റാൻ, അതായത് ഈ ഒരു റാൻ ഓഫ് കച്ച് ക്രോസ് ചെയ്യാൻ നീ റെഡിയാണോ, ഞങ്ങളുടെ കൂടെ നീ പോരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷി വാസ് സൈലൻറ്റ് ആൻഡ് സൈലൻസ് ഈസ് അസെൻറ്റ്. ആ സമയത്ത് അവൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ മൗന സമ്മതമായിട്ട് എടുത്തു നജാബ്. നെക്സ്റ്റ് ഈവനിങ് ദേ വെർ ഓഫ്. അങ്ങനെ നെക്സ്റ്റ് ഈവനിങ്ങിൽ അവരവിടുന്ന് ഓടിപ്പോവാണ്. ഹി ഹാഡ് വെയിറ്റഡ് വിത്ത് ഹിസ് ക്യാമൽ അറ്റ് ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ വില്ലേജ്. അങ്ങനെ വില്ലേജിന് പുറത്ത് ക്യാമലുമായിട്ട് നജാബ് ഫാത്തിമയെ വെയിറ്റ് ചെയ്യാണ്. ഷീ ഹാഡ് സ്ലിപ്ഡ് ഔട്ട് ആഫ്റ്റർ ഹെർ ഫാദർ ഹാഡ് സ്റ്റാർട്ടഡ് സ്നോറിങ്. അങ്ങനെ അവളുടെ ഫാദർ നല്ല കൂർക്കം വലിയിലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൾ അവിടുന്ന് ഇറങ്ങുന്നത്. ദ മൊമെൻറ്റ് വാസ് ടു ബിഗ് ഫോർ ദം ആൻഡ് ദേ ഡിഡ് നോട്ട് സ്പീക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊന്നും സംസാരിച്ചില്ല. ഷീ ഡിഡ് നോട്ട് വെറി അബൌട്ട് ലീവിങ് വൺ വില്ലേജ് ആൻഡ് ഗോയിങ് ടു അനദർ. അവൾക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതായത് ഒരു വില്ലേജിൽ നിന്ന് മറ്റൊരു വില്ലേജിലേക്ക് പോകുന്നതിൻ്റെ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. Where did one have the time for Pakistan and Hindustan when one was running away with one's love and crossing the desert which divided the two countries? അതായത് സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ നമ്മൾ ഓടിപ്പോകുന്ന സമയത്ത് ആരാണ് ചിന്തിക്കുന്നത്? അതായത് ഹിന്ദുസ്ഥാൻ പാകിസ്ഥാൻ എന്നതിനെ കുറിച്ചിട്ടൊക്കെ ആരാണ് ചിന്തിക്കുന്നത്? ഫോർ ഹെർ ഇറ്റ് വാസ് ജസ്റ്റ് എ ഷിഫ്റ്റ് ഇൻ ഡയലക്ട് ആഡിങ് എ ബിറ്റ് ഓഫ് കച്ചി ആൻഡ് പോളിഷിങ് ഹെർ സിന്ധി. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജിൽ മാത്രമേ ഒരു പ്രശ്നമായിട്ട് വരുള്ളൂ. ലാംഗ്വേജ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് കുറച്ച് കച്ചി ഭാഷ പഠിക്കേണ്ടി വരും, അതുപോലെ സിന്ധി ഭാഷ ഒന്ന് പോളിഷ് ചെയ്തെടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അല്ലാരേഖ ലേഴ്സ്ഡ് ആൻഡ് ബംബ്ഡ് അസ് നജാബ് ഏർജ്ഡ് ഇറ്റ് ഓൺ. അല്ലാരേഖ നല്ല സ്പീഡിൽ നടന്നു പോവുകയാണ്. നജാബ് അവനെങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ബൈ ദ ടൈം ദേ റീച്ച്ഡ് സർബേല ഫാത്തിമ ഫെൽ അസ്ലീപ്പ്. അങ്ങനെ അവർ സർബേല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലേസ് എത്തിയ സമയത്ത് ഫാത്തിമ ഉറക്കത്തിലേക്ക് വീഴുന്നുണ്ട്. ഷീ വോക്കപ്പ് ഇൻ ദ ആഫ്റ്റർനൂൺ ടു ഫൈൻഡ് ദ സ്കൈ ഓവർകാസ്റ്റ്. അങ്ങനെ അവൾ ആഫ്റ്റർനൂണിലാണ് അവൾ വോക്കപ്പ് ചെയ്യുന്നത്. ആ സമയത്ത് ആകാശമൊക്കെ അങ്ങനെ ഇരുണ്ട് മൂടി നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. റെയിൻ ക്ലൗഡ്സ് വെർ ഗ്യാദറിങ് എയ്ഡഡ് ബൈ ദ സ്റ്റോം. അതുപോലെ ആകാശത്തിൽ ഒരുപാട് ക്ലൗഡ്സ്, മേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടി നിൽക്കുന്നുണ്ട്. ഒരു മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ല സ്റ്റോം, കൊടുങ്കാറ്റ് അടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദി ജേണി അനദർ നൈറ്റ് ഫേസിങ് ദ വിൻഡ് വിച്ച് ത്രൂ സാൻഡ് ഇൻ ദെയർ ഫേസസ്. കൊടുങ്കാറ്റ് അടിക്കുന്നത് തന്നെ അവരുടെ യാത്രയിൽ ഒരുപാട് പൊടിക്കാറ്റുകളൊക്കെ അവരുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആസ് ദേ നിയർഡ് കവട ദർ വാസ് തണ്ടർ. അങ്ങനെ അവർ കവടയിലെത്തിയ സമയത്ത് ഇടിമുഴക്കൊക്കെ ഉണ്ടായി. 3 times ഡ്യൂറിങ് ദ നൈറ്റ് അഫ്തബ് ഓപ്പൺ ദ ഡോർ തിങ്കിങ് ഹിസ് സൺ ഹാഡ് കം. അങ്ങനെ രാത്രി ഭയങ്കര കൊടുങ്കാറ്റും ഇടിമുഴക്കൊക്കെ ഉണ്ട്. അപ്പോൾ അഫ്തബ്, നജാബിൻ്റെ ഫാദർ 3 times ഡോർ തുറന്ന് നോക്കുന്നുണ്ട്, അവൻ്റെ മകൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഡോർ തുറക്കുമ്പോഴും അവൻ്റെ മകൻ എത്തിയിട്ടില്ലായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓൺലി ദ വിൻഡ് നോക്കിങ് ഓൺ ദ ഡോർ. അത് കാറ്റടിക്കുമ്പോൾ ഈ ഡോറിൽ ഇങ്ങനെ ഓരോ ശബ്ദം ഉണ്ടാകുന്നതാണ്. അവൻ്റെ നജാബ് എത്തിയിട്ടില്ല എന്ന് അവന് മനസ്സിലായി. ദിസ് ടൈം ദ ബാങ്ങിങ് വാസ് പെർസിസ്റ്റൻറ്റ്. വെൻ ഹി ഓപ്പൺ ദ ഡോർ ഹി ഫൗണ്ട് അല്ലാരഗ സേയിങ് അവേ ഫ്രം എ സ്ട്രീക്ക് ഓഫ് ലൈറ്റ്നിങ്. അപ്പോൾ പിന്നീട് ഡോറിലിങ്ങനെ ശബ്ദം ഉണ്ടായപ്പോൾ അവൻ ഡോർ തുറന്ന് നോക്കിയപ്പോൾ അവന് മനസ്സിലായി അവൻ്റെ മകൻ എത്തിയിട്ടുണ്ട്. അല്ലാരഗ ഒരു ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി നിൽക്കുന്നതായിട്ട് അഫ്തബ് കണ്ടു. ഹ്യൂജ് ഐസൊലേറ്റഡ് ഡ്രോപ്സ് ഓഫ് റെയിൻ വെർ ഫാളിങ് കിക്കിങ് അപ്പ് ഡസ്റ്റ്. അങ്ങനെ ആ ഒരു പൊടി പിടിച്ച ആ ഒരു മണ്ണിലേക്ക് വലിയ മഴത്തുള്ളികൾ ഇങ്ങനെ പതിക്കാൻ തുടങ്ങി. അഫ്തബ് സ്റ്റീൽ ഹിംസെൽഫ്. അഫ്തബ് നല്ല മസിലൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അവനൊരു പതർച്ചയില്ലാതെ അവരുടെ മുമ്പിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഹി വുഡ് നോട്ട് ഷോ എനി റിലീഫ് ഓർ ജോയ് അറ്റ് ദ റിട്ടേൺ ഓഫ് ഹിസ് സൺ. അവൻ മുഖത്തൊന്നും കാണിച്ചില്ല. അതായത് അവൻ്റെ മകൻ വന്നതിലുള്ള സന്തോഷമോ ആശ്വാസമോ ഒന്നും അവൻ കാണിക്കാതെ മസിലും പിടിച്ച് നിൽക്കുകയാണ് അഫ്തബ്. ഹി ആസ്ക്ഡ് ഹിസ് സൺ ഇഫ് ഹി ഹാഡ് ബ്രോട്ട് എനിത്തിങ്. അവന് നജാബിനോട് ചോദിച്ചു, നീ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നജാബ് സെഡ് യെസ് ആൻഡ് ഷോഡ് ഹിം ഫാത്തിമ. നജാബ് പറഞ്ഞു, നീ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫാത്തിമയെ മുന്നിലേക്ക് ആനയിച്ചു. ദ റെയിൻ പവർ ഡൗൺ ആൻഡ് സ്വെപ്റ്റ് അവേ 3 years ഓഫ് ഡ്രൗട്ട്. അങ്ങനെ മഴ നല്ല ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങി. അവരുടെ ആ ഒരു 3 years ഓഫ് ഡ്രൗട്ട്, അതായത് 3 years വരൾച്ചയായിരുന്ന ഒരു വില്ലേജിലേക്ക് ആ ഒരു വരൾച്ച എൻഡ് ചെയ്ത് ഫാത്തിമ ആ ഒരു വില്ലേജിലേക്ക് കാലുകുത്തിയതോടുകൂടി ആ വരൾച്ച എൻഡ് ചെയ്തിട്ട് ശക്തിയായിട്ട് മഴ പെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്.
Thank you for watching our video. If you are interested, please subscribe, comment, share, like.